നമസ്കാരം, കോക്ടെയിലിലേക്ക് സ്വാഗതം. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം പ്രസിഡന്റാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും ഒക്കെ കണ്ടാൽ അമേരിക്കൻ പ്രസിഡന്റാണെന്ന് തോന്നും. ചരിത്രത്തിൽ ആദ്യമായി കാനനപാതയിലൂടെ നടന്നുപോയ പ്രസിഡന്റ് എന്നായിരിക്കും ഇനി അദ്ദേഹം അറിയപ്പെടുക. ഇത് അദ്ദേഹം തന്നെ പറയുന്നതാണ്. സാക്ഷാൽ അയ്യപ്പന് ശേഷം ഇങ്ങനെയൊന്ന് ആദ്യം. പ്രയാറിനെ കണ്ട് വന്യജീവികൾ പോലും ആശ്രമ മൃഗങ്ങളായത്രേ. ഞാനും എൻ്റെ പേരക്കുട്ടികളുമായി വൃശ്ചികം 1-ാം തീയതി പമ്പയിലെത്തി. കുട്ടികൾക്കും എനിക്കും കെട്ടുകൾ നിറച്ച് തൊഴുതു മടങ്ങുമ്പോഴാണ് ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് കെട്ടു നിറയ്ക്കുന്നതിനുള്ള സംവിധാനം പമ്പയിൽ മുടങ്ങിയിരിക്കുന്നു, അതിനാവശ്യമായ സാധന സാമഗ്രികൾ ഇല്ലാതെ വന്നിരിക്കുന്നു എന്നറിയിച്ചു. അനുനിമിഷം തന്നെ ഞാൻ ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കുകയും ഞാൻ മടങ്ങി വരികയാണ്, അതിനു മുൻപ് അത് പുനരാവിഷ്കരിക്കണം, പ്രവർത്തന വേദ്യമാക്കണം എന്നാവശ്യപ്പെടുകയും. ആദ്യമൊന്നും അവരെന്റെ ആവശ്യം ചെവി കൊണ്ടില്ല, പക്ഷേ ഞാൻ വിട്ടില്ല. ഒരു ദിവസം ക്ഷമകെട്ട ഞാൻ ഒരു കേന്ദ്രമന്ത്രിയുടെ ചെകിട്ട് തടിച്ചു. സത്യസന്ധമായി ആ പോരായ്മ പരിഹരിക്കുകയും ചെയ്തു. രണ്ടാമതായി ഉണ്ടായത് അതിലും രസകരമായ ഒരു കാര്യം. ഒരു പത്രപ്രവർത്തകൻ അറിയിച്ച ഒരു വസ്തുത എനിക്ക് മാത്രമല്ല ദേവസ്വം ബോർഡിന് തന്നെ വളരെ ഗുണം ചെയ്തു. ഈശ്വരാധീനത്തിന് അത് ഒരു പത്രത്തിലും വന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് തുറന്നു പറയുന്നത്. ഒരു ഭക്തൻ അരവണ വാങ്ങിച്ചപ്പോൾ അരവണയുടെ അടിത്തട്ടിൽ തുരുമ്പുകൾ. ഇദ്ദേഹം നേരിട്ട് ഒരു ചാനലിൽ ഈ വിവരമറിയിക്കുവാൻ വേണ്ടി പോയി. അതിനിടയിൽ എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽ ഇത് എത്തിക്കുന്നതിന് വേണ്ടി ആ പത്രപ്രവർത്തകൻ തന്നെ തയ്യാറായി. ഞാൻ ഈ തുരുമ്പുള്ള അരവണയുമായി എൻ്റെ ഓഫീസിൽ എത്താൻ പറഞ്ഞു. ആ അയ്യപ്പൻ അതവിടെ എത്തിച്ചു. ആ അയ്യപ്പനെ കൊണ്ട് തന്നെ അത് തുറന്ന് അതിൻ്റെ ഉള്ളിൽ തുരുമ്പുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹത്തെ കൊണ്ട് തന്നെ പരിശോധിപ്പിച്ചു. തുരുമ്പില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പായപ്പോൾ ഞാനത് മാറ്റിക്കൊടുക്കാൻ സംവിധാനമുണ്ടാക്കി. അതിനുശേഷം അവിടെ സ്റ്റോക്ക് ചെയ്തതിൽ ഏതെങ്കിലും ഈ തുരുമ്പുണ്ടോ എന്ന് പരിശോധിപ്പിച്ചു. ഏതോ 1-2 ഇതിൽ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ മുമ്പേ കണ്ടിരിക്കുന്നു. ഇത് ചെറുത്ത് അവിടെ ഇത് പെട്ടെന്ന് തെന്നി മാറുന്നതിന് വേണ്ടി വെള്ളം ഒഴിച്ചിരുന്നു. ആ വെള്ളം പറ്റിയ ഭാഗത്ത് പുറം സൈഡിൽ 1-2 എണ്ണത്തിൽ തുരുമ്പുണ്ടായി എന്നത് സത്യമാണ്. അയ്യപ്പ ശരണം ശരണമെന്തയ്യപ്പ, ശബരിനാഥനേ അഭയം നീ. മറ്റൊരനുഭവം ഉണ്ടായത് ഇന്നലെയാണ്. ഇന്നലെ എരുമേലിൽ നിന്ന് അഴുത വഴി നടന്ന് പമ്പയിലെത്തണം എന്ന ഒരാഗ്രഹം എനിക്കുണ്ടാവുകയും ഉത്തരവാദിത്തപ്പെട്ട 2 ഉദ്യോഗസ്ഥന്മാരെ, ഉന്നത ഉദ്യോഗസ്ഥന്മാരെ അതിന് ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഒരു വലിയ സാഹസികതയായിരിക്കും ആ യാത്ര, പോകേണ്ടതില്ല എന്ന് എന്നോട് വ്യക്തിപരമായി സ്നേഹമുള്ള പല ആൾക്കാരും ഉപദേശിച്ചു. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്, ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. ഇത് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ വെറുപ്പിച്ചാ പോലെ. ഉപദേശം കേൾക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ആ യാത്ര മാറ്റിവെക്കുവാൻ തീരുമാനമെടുത്തപ്പോഴാണ് ഒരു പത്രപ്രവർത്തകൻ എന്നോട് പറഞ്ഞു, തീരുമാനിച്ചെങ്കിൽ അത് ചെയ്യണം, ചെയ്താൽ അവിടെ എരുമേലിൽ മുതൽ പമ്പ വരെയുള്ള യാത്രയിൽ ഭക്തന്മാരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് കാണാൻ കഴിയും, ചിലതെങ്കിലും പരിഹരിക്കാൻ കഴിയും എന്ന് ഉപദേശിച്ചു. അപ്പോൾ അദ്ദേഹത്തോടും പറഞ്ഞു ഞാൻ ഇത് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞ അവസരത്തിൽ അദ്ദേഹം എന്നെ നിർബന്ധിച്ചു. ആ നിർബന്ധം കൊണ്ട് മാത്രം ഇന്നലെ പോയി നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓ അയ്യപ്പസ്വാമി കാത്തു, കേടുപാട് കൂടാതെ തിരിച്ചെത്തിയല്ലോ. എങ്ങനെയുണ്ടായിരുന്നു മോനെ യാത്രയൊക്കെ? സ്വാമിയേ ശരണമയ്യപ്പ. ശരണമയ്യപ്പ. മല കയറാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ?
കരിമല കയറ്റം കഠിനം പൊന്നയ്യപ്പ. ഉവ്വ്, കരിമല ഇത്തിരി കഠിനം തന്നെയാ. നന്നായി തൊഴാനൊക്കെ പറ്റിയില്ലേ വിജയേട്ടാ? മണിക്കൂറുകളോളം തൊഴുതു, സങ്കടങ്ങൾ പറഞ്ഞു കേട്ടു. ഈ തിരക്കിന്റെ ഇടയിൽ മണിക്കൂറുകളോളം തൊഴുവേ? എന്തേ എന്റെ മുമ്പിൽ വരാൻ ഇത്രയും താമസിച്ചത് എന്നോട് ചോദിച്ചു. ആര്? സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെ, അല്ലാതാരും. തോന്നും, മനസ്സ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് അർപ്പിച്ചാൽ അങ്ങനെ ചോദിച്ചതായിട്ട് തോന്നും. മടങ്ങി വന്നപ്പോഴാണ് ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിൽ കാനനപാതയിലൂടെ എരുമേലിൽ നിന്നും നടന്ന് പമ്പയിലെത്തിയ ആദ്യത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഞാൻ എന്നെനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്? ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. ഇത് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടില് വെറുപ്പിച്ചാ പോലെ. വന്യവയോധികനായ ഒരു സ്വാമി, അപ്പം അദ്ദേഹം ഒരുക്കിയ അന്നദാനമാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത്. ആ സ്വാമിയുടെ അടുത്തു നിന്ന് കഞ്ഞി കുടിച്ച അവസരത്തിൽ സാധാരണ കഞ്ഞിയേ കുടിക്കാത്ത എനിക്ക് ഈ കഞ്ഞിക്ക് ഇത്രയും സ്വാദുണ്ട് എന്ന് മനസ്സിലാക്കിയത് അദ്ദേഹം പകർന്നു തന്ന കഞ്ഞി കുടിച്ചപ്പോൾ. വീട്ടിൽ കഞ്ഞിയല്ലേ? ഉച്ചയ്ക്ക് 10 മണിക്ക് കഞ്ഞിയാണോ? കേരളത്തിൽ 3 നില ഫ്ളാറ്റുകൾ മതി എന്ന വിഷയം ഉയർന്നു വന്നപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞത് കേരളം മുകളിലേക്കും വശങ്ങളിലേക്കുമൊക്കെ അങ്ങ് വളർന്ന് വികസിക്കട്ടെ എന്നായിരുന്നു. ജേക്കബ് തോമസിന് അണ്ണാ ഹസാരയുടെ പ്രേതം കൂടിയത് ആശിച്ച പദവി കിട്ടാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ വീക്ഷണം അച്ചുനിരത്തി. പിന്നാലെ ഹസൻ ചന്ദ്രഹാസം വിളക്കി. അവരെ നിലയ്ക്ക് നിർത്താനുള്ള ആർജവം സർക്കാർ കാണിക്കണം. സർക്കാർ നയങ്ങൾക്ക് എതിരെ ജേക്കബ് തോമസ് സംസാരിച്ചിട്ടില്ല. ഉണ്ടല്ലോ, പ്രവൃത്തികൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഉള്ളതായിട്ട് അറിയാം. നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം ആദ്യം പറഞ്ഞത് 2 പേരിനാണ്. അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ? ഇവിടത്തെ ഈ ഫയർ അതിന്റെ ഡയറക്ടറായിരുന്നപ്പോൾ ഉണ്ടായ നയപരമായ ഗവൺമെന്റ് എടുത്തൊരു തീരുമാനത്തെയാണ് അദ്ദേഹം അഴിമതിയാണെന്ന് പറഞ്ഞത്. ഐ ഷുഡ് താങ്ക് യു. എന്തിനാണെന്നല്ലേ പറയാം. എനിക്കറിയാം, ഒളിച്ചു പിടിക്കപ്പെടാനുള്ള ഒരുപാട് സത്യങ്ങൾ ഇവന്റെ നാവിൻ തുമ്പിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ലൗസി ഗോസിപ്പ് മങ്കറെ രക്ഷിച്ചെടുക്കാൻ നീ ഇത്ര ബന്ധപ്പെട്ട് ഇവിടെ വരില്ലായിരുന്നു. സ്ട്രൈറ്റ്? അയാളെ പോലീസിലല്ലാതെ ഈ കടപ്പുറത്ത് തിരയണം വായിക്കാൻ പറ്റില്ലല്ലോ. പോലീസിലോ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിലല്ല നിയമിക്കാൻ പറ്റും. അതൊന്നും സർക്കാരിന്റെ ദൗർബല്യമൊന്നുമല്ല. നിന്റെ ഈ ധിക്കാരമുണ്ടല്ലോ, നിയമപരമായ അധികാരം വെച്ചുള്ള ഈ തിളപ്പ്, ഇതിന് ശങ്കർ മറുപടി പറയുന്നത് പകരം നിന്നെയൊക്കെ ചവിട്ടിയരയ്ക്കാൻ കേൾപ്പുള്ള പൊളിറ്റിക്കൽ സ്ട്രെങ്ത് വെച്ചായിരിക്കും. നോക്കിക്കോ. അതാണിപ്പോ ധനകാര്യ വകുപ്പിന്റെ അന്വേഷണത്തിലിരിക്കുകയാണ്. CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ധനകാര്യ വകുപ്പാണല്ലോ മറ്റു നടപടികൾ സ്വീകരിക്കേണ്ടത്. അവരുടെ അന്വേഷണത്തിലിരിക്കുകയാണ്. പൊളിറ്റിക്കൽ സ്ട്രെങ്ത്. നിന്നെ പോലെയുള്ളവന്റെ ഒക്കെ പിടിപാടിന്റെ പേര് സ്ട്രെങ്ത് എന്നല്ല, ഇറ്റ്സ് സ്ലേവറി, ഇറ്റ്സ് കാസ്റ്ററേഷൻ. വരിയുടയ്ക്കപ്പെട്ടവന്റെ അടിമത്തം. Now take your ugly hands off you nasty hands. അദ്ദേഹത്തിന് ന്യൂസ് പേപ്പർ ആവാൻ ഏറ്റവും നല്ലത് രാജിവെച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ വളരെ വലിയ ഓട്ടോട് കൂടി ന്യൂസ് പേപ്പറാണ്. അത് ആര് പറഞ്ഞു? നിങ്ങളെ സർവീസ് ചട്ടങ്ങളെടുത്ത് നോക്കി അദ്ദേഹത്തിന് മാത്രമേ വായിച്ചാൽ മനസ്സിലാവുള്ളൂ. ഈ കേന്ദ്ര ഗവൺമെന്റിലും കേരള ഗവൺമെന്റിനും എല്ലാ സംസ്ഥാന ഗവൺമെന്റിനും IAS-കാരുടെ സർവീസ് ചട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ? എന്തും വിളിച്ച് ചാനലുകളോട് പറയാം. ഞങ്ങൾ രാഷ്ട്രീയക്കാരോട് ചോദിക്കുന്നത് പോലെ നിങ്ങൾ ചോദിച്ചാൽ മറുപടി പറയാൻ അവർക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. അങ്ങനെ നയപരമായ കാര്യങ്ങളോ തന്റെ സഹപ്രവർത്തകരിൽ അഴിമതിക്കാരുണ്ടെന്ന് അവർക്കാണ് ഇപ്പൊ പ്രൊമോഷൻ കൊടുത്തതെന്ന് പറയാൻ അതൊന്നും സർവീസ് ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല. അത് അദ്ദേഹത്തിന് പരാതി കൊടുക്കാം. ഇന്ന് സെൻകുമാർ എന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മേലധികാരിക്കോ ചീഫ് സെക്രട്ടറിക്കോ മുഖ്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ പരാതി കൊടുക്കാം. ആര് പറഞ്ഞു? ഏത് ചെറ്റകളാണ് പറഞ്ഞത്? പരസ്യമായി അതല്ല, അത് DGP-യോട് ചോദിക്കണം. ഞാൻ മനസ്സിലാക്കിയത് ഉന്നതരായ IG DGP-മാരുടെ കൊടുത്ത പോസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ
ഒരു പോലീസ് ഉദ്യോഗസ്ഥനെന്ന നിലയ്ക്ക് അദ്ദേഹം തീർച്ചയായിട്ടും അത് സഹപ്രവർത്തകരെ കുറിച്ച് പറഞ്ഞതിനുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പറഞ്ഞില്ല എനിക്ക് എല്ലാവരെയും കുറിച്ച് അറിയാവുന്നു. അല്ലല്ല, അദ്ദേഹം മറുപടിയാണ് പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം അല്ല, സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് പറഞ്ഞതിനാണ് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത്. DGP ബാക്കി DGPയോട് ചോദിക്കണം നിങ്ങൾ. അതോ അല്ല, അതോ ഞാൻ പറയട്ടെ, ഈ പെരുമാറ്റച്ചട്ടം രാഷ്ട്രീയക്കാർ സംസാരിക്കുന്നത് പോലെ സംസാരിക്കണോ വേണ്ടേ എന്നുള്ളത്. പെരുമാറ്റച്ചട്ടം, സർക്കാരിൻ്റെ പെരുമാറ്റച്ചട്ടത്തിന് എതിരായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, സർക്കാരിൻ്റെ ബാക്കിയൊക്കെ അവർക്ക് പറയാം, അവരുടെ വ്യക്തിപരമായി സർക്കാരിനെ വിമർശിക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് വിമർശിക്കാൻ പാടില്ല. അങ്ങനെ വിമർശിക്കുന്നവരെ നേരത്തെ നമ്മുടെ സഹോദരി ചോദിച്ചതുപോലെ സർക്കാർ അത് നടപടിയെടുക്കുക വേണ്ടത്. ഞാൻ ആവശ്യപ്പെടേണ്ട കാര്യമില്ല. അല്ല, അതാണ് അതിന്റെ പ്രൊസീജിയർ. ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടുപിടിച്ചത്. ഇത് ഈ ആഭ്യന്തര വകുപ്പിന്റെ വിടുപ്പുകൾ കൊണ്ടാണോ? ആഭ്യന്തര വകുപ്പിന് ഈ ആളുകൾ അഭിപ്രായം, DGPമാരെ അഭിപ്രായം പറയുന്നത് ആഭ്യന്തര വകുപ്പിന് അല്ല, അത് അതുപോലെ അല്ലല്ലോ ഇത്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ആണല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് ഭരിക്കുന്നത് കൊണ്ട് ഗവൺമെന്റിന്റെ പെരുമാറ്റച്ചട്ടവും അതിന്റെ നടപടിക്രമങ്ങളനുസരിച്ച് നടപടി എടുക്കേണ്ടത് ഗവൺമെന്റാണ്. അല്ലാതെ ഞങ്ങളുടെ ഡിക്റ്റേറ്റ് ചെയ്യല്ല. അഴിച്ചിട്ടിരിക്കുന്ന മുണ്ടുണ്ടല്ലോ, ഇതെടുത്ത് ആണുങ്ങളെ പോലെ അന്തസ്സായിട്ട് മടക്കി കുത്താനും അറിയാം ഈ ജോസഫിന്. നിനക്കതറിയില്ല. നിങ്ങളെ കേട്ടത് ശരിയാണെങ്കിലല്ലേ താങ്കൾ ചോദിച്ചതിന് ഉത്തരം പറയാമോ? അല്ല, അതിപ്പോ അത്തരം ഒരു നീക്കത്തിന്റെ ആവശ്യമില്ല. കാരണം ഇദ്ദേഹം ഈ പെരുമാറ്റച്ചട്ടം ലംഘിച്ചത് നടപടി എടുക്കാൻ ഗവൺമെന്റിന് അധികാരമുള്ളത്. ഗവൺമെന്റ് തീരുമാനിക്കേണ്ടത്, ചെയ്യേണ്ടത് അവരാണ്. ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുന്നതിനെ തടയുന്ന ആരെങ്കിലും ഉണ്ടോ? പിന്നെ എന്താണ് അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. പിന്നെന്താണ് അത് എനിക്കാണ്. ഒരു ദുരൂഹതയില്ല. അദ്ദേഹം ഒരു ദുരൂഹത, എനിക്കൊരു ദുരൂഹതയില്ല. ഞാൻ എൻ്റെ അഭിപ്രായം വ്യക്തമായി പറഞ്ഞു. അദ്ദേഹത്തിന്റെ എന്ത് നിലപാട്? ഗവൺമെന്റ് നിലപാട്. ഇതിനോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാടിനോട് ഞങ്ങൾ എന്തിനു യോജിക്കുന്നു? ഞങ്ങൾ ഗവൺമെന്റ് എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനത്തെ അദ്ദേഹത്തിന്റെ നിലപാടിനോട് ഞാനെന്തിനു യോജിക്കണം? അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ല. പിന്നെ അദ്ദേഹത്തിന്റെ നിലപാടിനോട് ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ല. അല്ല, ഞങ്ങൾ ആവശ്യപ്പെടേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഗവൺമെന്റിന് ചെയ്യാം. കണിച്ചുകുളങ്ങരയിലെ നടേശ ഗുരുക്കളുടെ ബുദ്ധിയല്ലല്ലോ നമ്മുടെ ചാണ്ടിച്ചാന്. പാപ്പൻ കളി കുറെ കണ്ടതല്ലേ. പ്രതിമ അനാച്ഛാദനം എന്ന ബൂമറാങ് നടേശ ഗുരുവിന് നേരെ തന്നെ തിരിച്ചുവിട്ട് ചാണ്ടിച്ചാൻ പിന്നെയും സ്കോർ ചെയ്തു. എന്താണെന്നറിയില്ല, നമ്മുടെ തിരുവഞ്ചൂർ മന്ത്രി വളരെ ഹാപ്പിയാണ്. പതിവ് പോലെ മേള കുളമായില്ല എന്നാണ് മന്ത്രി പറയുന്നത്. സിനിമാ മന്ത്രി സിനിമാ കാര്യം പറയാൻ വാ തുറന്നപ്പോൾ ഒരിക്കൽ എന്തുണ്ടായി എന്ന് നാം കണ്ടതാണ്. എന്നാലും മന്ത്രി ഹാപ്പിയാണ്. അദ്ദേഹം ചിലത് പറഞ്ഞു. സിനിമയൊക്കെ കണ്ടോ? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നന്ദി പറയാൻ കൂടി വേണ്ടിയാണ്. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. സാധാരണ നമ്മുടെ തിരുവനന്തപുരം ഫെസ്റ്റിവലിൽ ഒരു അരാജകത്വത്തിൻ്റെ അന്തരീക്ഷമുണ്ട് എന്ന് പൊതുവിമർശനം പുറത്തുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലില്ല, പുറത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അത് ഗവൺമെൻറ്റിനും ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് ഉണ്ടാക്കുന്നതാണ്. അതൊക്കെ ഒരു സംഘാടക മികവിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാണുകയാണ്. അങ്ങനെ എല്ലാ വിഭാഗ ആളുകൾക്കും ഒരുപോലെ തൃപ്തിയോടുകൂടി ആസ്വദിച്ച് അവരുടെ
അവർക്ക് സിനിമ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ ആഹ്ലാദം രേഖപ്പെടുത്തുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സംഘാടക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അവരുടെ ടാലൻറ്റിന് ഗവൺമെൻറ് നന്ദിയും പറയാം. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ടാഗോറിലോട്ട് ഓഫീസ് മാറ്റിയത് തന്നെ ഞങ്ങൾക്കതൊരു ഗുണമായി. ആളുകൾക്ക് ഇരിക്കാനുള്ളതും യാത്ര ചെയ്യാനും വർത്തമാനം പറയാനും അവിടുത്തുള്ള ആ ക്യാൻറ്റീനിൽ കയറാനും ആ ക്യാൻറ്റീൻ്റെ പുറത്ത് തന്നെ വേറൊരു ചെറിയ തട്ടുകട ഉണ്ടല്ലോ, തട്ടുകട പോയിരിക്കുക. ഞങ്ങളും എല്ലാം പരിപ്പോടെ കടുക്കാപ്പി കുടിച്ചോളുന്നു. അപ്പോൾ അതെല്ലാം ഒരു നമ്മളെന്താ ഒരു ഹൃദ്യമായ അന്തരീക്ഷമാണ്. ഇനി ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാനാ? അത് ശരി, അത് നടക്കില്ല. അല്ലല്ല, ഷായ് സാർ പറഞ്ഞതൊക്കെ കറക്റ്റാണ്, ഞാൻ അതിനോട് യോജിക്കുകയാണല്ലോ. തർക്കം തീർന്നു. ആയിക്കോട്ടെ കുട്ടി, ഒരു കാര്യം ഞാൻ പറയാം, ഞാനത് പറയാതിരുന്നതാണ്. ഒരു പാസ് ചോദിക്കാത്തതും മേടിക്കാത്തതും ഞാനും എൻ്റെ ഓഫീസുമാണ്. ചെയ്യത്തേയില്ല. ഒരൊറ്റ പാസ് വഴിവിട്ട് ഒരു രൂപത്തിലും നമ്മൾ ആ രൂപത്തിൽ ഇടപെടുക. അങ്ങനെ ഇതൊക്കെ സക്സസ്ഫുൾ ആകുന്നത്. അവിടെ അങ്ങനെ സക്സസ്ഫുൾ ആകുന്നത് നമ്മൾ അവിടെ അടിക്കുന്ന പാസെല്ലാം കൂടി മന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുവന്ന് ഞങ്ങളിവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇത് സക്സസ്ഫുൾ ആകുമോ? ആവില്ല. അപ്പോൾ എങ്ങനെയാണ് സക്സസ്ഫുൾ ആകുന്നത്? നമ്മൾ അതിൽ ചുവട്ടിലേ ചികിത്സ വേണം. ഞങ്ങളത് ചില റോൾ മോഡൽ കാണിക്കുന്നുണ്ട്. അത് സ്വാർത്ഥതയുടെ മോഡലല്ല, അത് ഞങ്ങൾ നിസ്വാർത്ഥതയുടെ മോഡലാണ്. ഞാൻ ഇതുവരെ എന്നോട് ഇത് ചോദിച്ചില്ല, ഞാൻ പറയത്തു പോലുമില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ചില ഔന്നത്യമുണ്ട്. ആ ഔന്നത്യത്തോടു കൂടി നമ്മൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഈക്വൽ ഡീസൻസി ആളുകളും കാണിക്കും. ഞാൻ സ്പോർട്സ് വകുപ്പ് മന്ത്രി എന്നുള്ളതല്ല ഒരു കാര്യം പറയാം. ഇത് ആർട്സ്, ഇതങ്ങോട്ട് മാറ്റി. ഇനി സ്പോർട്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഈ കാര്യത്തിനകത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ. പറഞ്ഞാൽ എനിക്ക് ശ്രീ സോണോവാളിൻ്റെ സർബാനന്ദ് സോണോവാളിൻ്റെ ഒരു കത്ത്, പേഴ്സണൽ ലെറ്റർ എനിക്കുണ്ടായിരുന്നു. ആ കത്തിന് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 35ാം ദേശീയ ഗെയിംസ് നടത്തിയത് രാഷ്ട്രത്തിന് റോൾ മോഡലാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ കത്തിനകത്തെ വാക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ അഭിമാനം തോന്നി. കാരണം രാഷ്ട്രത്തിന് മോഡലാണ് എന്ന് അദ്ദേഹം ഞങ്ങളെ അറിയിക്കുകയാണ്. കൂട്ടത്തിലൊരു കാര്യം കൂടെ പറഞ്ഞു, വല്ലാത്ത ധൈര്യം തന്നെ അനക്കുകയാണ്. നീ സുലൈമാനല്ല, ഹനുമാനാണ്. നമുക്കും വേണേൽ പറയാം, മഴയാ, വെള്ളപ്പൊക്ക, തണുപ്പാ, പുതച്ചങ്ങ് കിടക്കാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ കേരളത്തിലെ കുട്ടികൾക്ക് ഒരു ഇത് കിട്ടില്ല. ഞങ്ങളത് അതുപോലെ ആ കുട്ടികളെ വിശ്വസിച്ച് നമ്മൾ അവരെ വിമാനത്തിൽ അയച്ചു. ആ വിശ്വസ്തത പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ആ കുട്ടികൾ നമുക്ക് ഓവറോൾ കിരീടമായിട്ട് വന്നു. അങ്ങനെ നമ്മൾ ഇവർക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഹെൽപ്പ് ചെയ്യുകയാണ്. ഇതിനകത്ത് നമുക്ക് ചെയ്യാവുന്ന പ്രശ്നം ഇതാണ്. അതിനകത്തൊരു വിമർശനമില്ല. ഉഷയ്ക്ക് അന്നും ഇന്നും ഉഷയുടെ അഭിപ്രായം കേരളം നടത്തിയ കൊള്ളാമായിരുന്നു എന്നുള്ളതാണ്. എന്നോട് പേഴ്സണലായിട്ട് ഉഷ സംസാരിച്ചിരുന്നതാണ്, ഞാനും ഇത് ഉഷയായിട്ട് സംസാരിച്ചിരുന്നതാണ്. പക്ഷേ നമ്മളുടെ സാഹചര്യം ഇതാണ്. വല്ലാത്ത ധൈര്യം തന്നെ അനക്കുകയാണ്. നീ സുലൈമാനല്ല, ഹനുമാനാണ്. കോക്ടെയിലിന്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.